ഞാനിവിടെ വടുകപ്പുളി നാരങ്ങ കൊണ്ട് ഒരച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ നാരങ്ങ കഴിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. കഴിക്കുകയൊന്നുമില്ല, കഴിക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മൾ പുഴുങ്ങിയെടുക്കണം. ഒരുപാട് വേഗണ്ട, തൊലിയൊന്ന് വാടിയാൽ മതി. നമുക്ക് പുഴുങ്ങാനായിട്ട് അടുപ്പേ വെക്കാം. നമുക്ക് ഈ പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇടാം. ഇതിൽ കിടന്ന് വെന്തോളൂ. കുറച്ച് ഉപ്പ് കൂടെ ഇടണം. തിളച്ച് വേകട്ടെ. തൊലിയൊന്ന് വാടിയാൽ മതി, ഒരുപാട് വേഗമൊന്നും വേണ്ട. ഇതായിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്യാം. നാരങ്ങ തണുത്ത് തുടച്ച് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം. അരിയുന്നതിനും പ്രത്യേകതയുണ്ട്. രണ്ടറ്റം ചെത്തി നമുക്കിനി ഇത് അരിഞ്ഞെടുക്കാം. ഈ കുരുവും ഈ വെള്ള ഇതും ചെത്തിക്കളയണം, അല്ലെങ്കിൽ അതിരിക്കുന്നതുകൊണ്ടാണ് ഈ കഴിക്കുന്നത്. ഇപ്പോൾ കഴിക്കാതിരിക്കണമെങ്കിൽ ഇത് ഈ വയറ്റും കളയണം, ഈ കുരുവും കളഞ്ഞാൽ മതി. കഴിക്കുകയില്ല. അരിയുമ്പോഴേ ഈ കുരുവൊക്കെ മാറ്റിക്കളഞ്ഞ് ഈ തൊണ്ടും ഈ മാംസമായിട്ടിരിക്കുന്ന അതും കൂടെ കൂട്ടി വേണം അരിയാൻ, അല്ല കലങ്ങിപ്പോവും. ഈ തണ്ട് കൂട്ടി ഇങ്ങനെ അരിഞ്ഞെടുക്കണം. ഇങ്ങനെ വടുകപ്പുളി നാരങ്ങ കഴിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഈ കഴിക്കുന്നത്. നാരങ്ങ അരിഞ്ഞു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിന് വേണ്ടുന്ന സാധനങ്ങൾ പരിചയപ്പെടുത്താം. 100 ഗ്രാം നാരങ്ങ ഉണ്ടായിരുന്നു. ഒരു 2 കുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 1 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ കടുക് പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ തികച്ചില്ല പഞ്ചസാര, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ, ടീസ്പൂണല്ല ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് നല്ലെണ്ണ കുറച്ചും കൂടി എടുക്കും. നല്ലെണ്ണ ഒഴിക്കാം. അരപ്പാത്രം കൂടി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇടാം, ഇഞ്ചി ഇടാം, പച്ചമുളക് ഇടാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം, പൊടികളൊക്കെ ഇടാൻ വേണ്ടി. ഇല്ല, പൊടി കരിഞ്ഞു പോകും. ആദ്യം നമുക്ക് കായപ്പൊടി ഇടാം. കടുക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾ പൊടി, നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടിയൊക്കെ കരിയാതിരിക്കാനാണ് തീ ഓഫ് ചെയ്തിട്ടിടുന്നത്. ചെറുതായിട്ടൊന്ന് തീ കത്തിച്ചിട്ടുണ്ട്. മുളകൊന്നും പച്ചമണം മാറാനാണ്. അപ്പം തിളച്ച് നമുക്ക് ഉപ്പിടാം. ഉപ്പിട്ടാണ് നാരങ്ങ വേവിച്ചത്, എന്നാലും കുറച്ച് ഉപ്പൂടെ വേണം. നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മളെ നാരങ്ങ വേവിച്ചതായിരുന്നു, അതുകൊണ്ട് ഒത്തിരി വേഗണ്ട. നമ്മൾ വേവിച്ചെടുത്ത നാരങ്ങയല്ലേ, ഇനി ഒത്തിരി വെന്ത് പോയാൽ കുഴഞ്ഞു പോകും. ചൂട് മതി. 3 ടേബിൾ സ്പൂണ് വിനാഗിരി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യത്തിൽ ഒഴിക്കാം. വിനാഗിരി ഒഴിക്കുന്ന ഒരു പ്രിസർവേറ്റീവായിട്ടാണ്, കേടാകാതിരിക്കാനും ഒക്കെ ആയിട്ട്, അല്ലാതെ പുളിക്ക് വേണ്ടി മാത്രമല്ല. നമ്മളിനി പഞ്ചസാര ഇടുകയാണേ. എരിവ്, പുളി, ഉപ്പ് എല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തിരുന്ന് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കുപ്പിയിലാക്കാം. വടുകപ്പുളി നാരങ്ങ അച്ചാർ ഉണ്ടാക്കി കുപ്പിയിലാക്കിയിട്ടുണ്ട്. 300 ഗ്രാം നാരങ്ങയായിരുന്നു. ആ നാരങ്ങ കൊണ്ടുണ്ടാക്കിയ അച്ചാറാണ് ഇത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.